إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസിയത്ത് ചെയ്യണം. ഷാബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഇന്നിപ്പോൾ ഷാബാൻ 4-ാം തീയതിയാണ്. ഷാബാൻ മാസവുമായി ബന്ധപ്പെട്ട് ഒരു സഹാബി നബിയോട് ചോദിച്ചൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവാണ് ഞാനവിടെ ആദ്യം പറയുന്നത്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ് ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അറാക തസൂം ശഹ്റ മിന അശ്ശൂർ മാ തസൂമു മിൻ ശഅബാൻ അറാക ലം അറാക തസൂമു ശഹ്റ എന്നാണ് എടുത്തു തുടങ്ങുന്നത്. നിങ്ങൾ ശഅബാനിൽ നോമ്പെടുക്കണം അത്ര വേറെ ഒരു മാസത്തിലെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ഇത്ര അധികം ശഅബാനിൽ നോമ്പെടുക്കുന്നത്? ഇതിപ്പോൾ ഇമാം നസായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ബുഖാരി മുസ്ലിമിലൊക്കെ ഉണ്ട്. ആയിഷ ബീവി പറയുന്നുണ്ട്, റസൂൽ തിരുമേനി റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കൽ ശഅബാനിലാണ്. അപ്പോൾ ഇത് നബി ആൾക്കാരോട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല, കണ്ട് എടുക്കട്ടെ, വണ്ടിയിൽ എടുക്കാം. പക്ഷേ സഹാബിയുടെ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കും, ഇതെന്താ അങ്ങനെ, ഈ മാസത്തിൽ എന്താ അത്ര അധികം? അപ്പം അതിന് നബി അതിന് കാരണം 1-2 കാരണം പറഞ്ഞു. എന്തുകൊണ്ടാണ് ശഅബാനിൽ അധികം നോമ്പെടുക്കണതിൻ്റെ കാരണം? ഒന്ന്, ഷഹർ യഗ്ഫുലുന്നാസു അൻഹു ബൈന റജബ് റമദാൻ. ജനങ്ങൾ ഈ വിഷയത്തിൽ ഒരു അശ്രദ്ധ ഉള്ളൊരു മാസമാണിത്. അങ്ങനെ റജബും പിന്നെ റമദാനും അതിൻ്റെ അടുക്ക്. റജബ് പവിത്ര മാസമാണ്. യുദ്ധം നിഷിദ്ധമായ 4 മാസത്തിലാണല്ലോ റജബ് വിടുക. പിന്നെ അടുത്തത് വരുന്നത് ശഅബാൻ കഴിഞ്ഞ റമദാൻ മാസമാണ്. വളരെ മുബാറക്കാണ്, അനുഗ്രഹീതമാണ്. അപ്പം അതിൻ്റെ അടുത്ത് ഈ മാസത്തെ ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കൂല. അതാണ് ഒരു കാരണം പറയുന്നത്. മറ്റൊരു കാരണം അവിടുന്ന് പറഞ്ഞത്, അതിൽ തുർഫൗ ഫീൽ അഅ്മാൽ ഇലാ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് രണ്ടാമതായി പറഞ്ഞ കാര്യം. അപ്പോൾ 2 കാര്യം ഇവിടെ വന്നല്ലോ. ഒന്ന്, നോമ്പ് നന്നായി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സുന്നത്തായ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ പ്രതിഫലമാണ്. ഒരു സഹാബി നബിയോട് ചോദിച്ചു, നല്ലൊരു കാര്യം ചോദിച്ചാണ്, വലിയ കൂലിട്ടണേ. ഫാലൈക ബിസ്സൗം, നീ നോമ്പെടുത്തോ, ഫഇന്നഹു ലാ ഇദ്ല ലഹു, അതിന് തുല്യമായിട്ട് വേറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റബ്ബിൻ്റെ മാർഗത്തിൽ ഒരു നോമ്പിന് തന്നെ 70 വർഷം നരകത്തു നിന്ന് അകറ്റുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ്, ഒരു സംശയമില്ല. അപ്പോൾ റസൂൽ തിരുമേനി കണ്ടമാനം നോമ്പെടുക്കും. അപ്പോൾ ശഅബാനിൽ അതിനേക്കാൾ എടുത്തപ്പോൾ ചോദിച്ചതാണ്, എന്താണിത്? അപ്പോൾ 2 കാരണം പറഞ്ഞാണ്. ഒന്ന്, ഈ മാസത്തിൽ ജനങ്ങളൊക്കെ അശ്രദ്ധരാണ്, ശ്രദ്ധിക്കൂല. ഇപ്പോൾ റമദാൻ വരാണ്ടല്ലോ, അന്ന് നോക്കായിരിക്കും. മാസത്തിൽ അശ്രദ്ധന്റെ വിഷയോടെ പറഞ്ഞുകൊണ്ട് 1-2 കാര്യം ഞാൻ പറയാം. അശ്രദ്ധ ഒരു വലിയൊരു പ്രശ്നമാണ്. അറബിലതിന് ഗഫ്ലത്ത് എന്നാ പറയാം. ഇത് പലരും പിടികൂടിയൊരു രോഗമാണ്. ഞാൻ 1-2 ആയത്തോതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിട്ടുണ്ട്. എന്നാൽ വഹും ഫി ഗഫല, അവർ അശ്രദ്ധയിലാണ്. നമ്മൾ ഒന്നാട് തട്ടിപ്പോയ നാടൻ ഭാഷ പറഞ്ഞാൽ അപ്പം തുടങ്ങും നമ്മളെ വിചാരണ. പക്ഷെ ആർക്കെങ്കിലും ഇതിനെ പറ്റി ബോധമുണ്ടോ?
ആൾക്കാർ അശ്രദ്ധരാണ്. അധികം ആൾക്കാരുടെ അവസ്ഥയാണ് പറഞ്ഞത്. ഈ ഗഫലത്തിൽ പെട്ടാൽ പിന്നെ ചിലപ്പോൾ കുടുങ്ങും. കാരണം എപ്പോഴാണ് നമ്മുടെ ആയുസ് തീരാന്ന് അറിയില്ലല്ലോ. മറ്റൊരു വചനം ഇങ്ങനെയാണ്, അന്തിറുഹും യൗമൽ ഹസ്റ, പ്രവാചകരെ അവരെ താക്കീത് ചെയ്യുക ഖേദത്തിന്റെ ദിവസത്തെ പറ്റി. ഖിയാമത്തിന് പല പേരുണ്ട്. അതിലൊരു പേരാണ് യൗമുൽ ഹസ്റ, ഖേദിക്കുന്ന ദിവസം എന്നാണ്. അപ്പൊ അതിനെപ്പറ്റി മുൻകൂട്ടി തന്നെ അവരെ താക്കീത് ചെയ്യുക. പിന്നെ അവരാ സമയം വന്ന് ഖേദിക്കും. അതിന് മുമ്പ് പണിയെടുക്കാൻ വേണ്ടി പറയാനാണ് ഇവിടെ വഹും ഫീ ഗഫല, അവർ അശ്രദ്ധയിലാണ്. അപ്പൊ അവർക്ക് എങ്ങനെ ദീനം വരാനുള്ളത് താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു വചനം സൂറത്ത് അറാഫിൽ നമ്മളൊക്കെ കേട്ടതായിരിക്കും, കാണാൻ പഠിച്ച ആയത്തായിരിക്കും. എന്താ, ഒരുപാട് മനുഷ്യരെ ജിന്നുകളെ നമ്മൾ സൃഷ്ടിച്ചു നരകത്തിന് വേണ്ടി. അവർക്ക് ഹൃദയമുണ്ട്, അതുകൊണ്ട് ചിന്തിക്കൂല, കണ്ണുണ്ട് കാണൂല, ചെവിയുണ്ട് കേൾക്കേണ്ടത് കേൾക്കൂല. ഉലായിക്കല്ലെല്ലാം അവര് മൃഗങ്ങളെ പോലെയാണ്, കന്നുകാലികളെ മാതിരി. ബൽഹും അവൽ, അതിനേക്കാൾ അപകടത്തിലാണ് അവര്. എന്നിട്ട് ഉലായിക്ക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് ഗഫലത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അശ്രദ്ധരാണ് അവര്. ശ്രദ്ധിക്കേണ്ട വിഷയത്തെ പറ്റിയൊന്നും അവരടുത്ത് ശ്രദ്ധ ഉണ്ടാവില്ല, ഭയങ്കര അശ്രദ്ധരാണ്. അപ്പൊ നമ്മൾ അശ്രദ്ധ ദുനിയാവിന്റെ വിഷയത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. പരലോകത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധ കാണിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നറിയോ? അതിലൊന്നിപ്പോ ഞാൻ പറയും, രാവിലെ സുബൈക്ക് ശേഷം, സുബൈ നിസ്കരിക്കണമെ പറ്റിയ പറയുന്നിട്ട്, അല്ലാത്തപ്പോ നമ്മുടെ പറയുന്നതല്ല. സുബൈ നിസ്കരിച്ചിട്ട് പിന്നെ കുറച്ച് ഉടനെ കടന്നുറങ്ങും ചിലർ. അത് നമുക്ക് ഒഴിവാക്കാവുന്നൊരു വിഷയമാണ്. കാരണം എന്താ അറിയോ, നല്ലൊരു സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും സൂര്യ ഉദിക്കണവരെ പള്ളിയിൽ ഇരുന്നിരുന്നാ പറയണത്. ദിക്റുകളൊക്കെ ചൊല്ലിയിരിക്കും. നമുക്ക് ഇനി പള്ളിയിൽ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ, പല ജോലിയുള്ളവരൊക്കെ ഉണ്ടാകുമല്ലോ. അത് ചില ആൾക്കാർ രാവിലെ അങ്ങനെ നടക്കലൊക്കെ ഉണ്ട്. എന്താണെങ്കിലും അപ്പൊ നമുക്ക് ഈ ദിക്റൊക്കെ ചെല്ലാലോ. 100 വട്ടം ചൊല്ലുന്നുണ്ട്, ഒന്നിലേറെ ദിക്റുകളുണ്ട്. ഇത്ര നല്ല സമയമാണ് എന്നറിയോ. ഭൂരിക്ക ഉമ്മത്തി ഫി ബുക്കൂരിഹ, എന്റെ ഉമ്മത്തിന് ബർക്കത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ പ്രഭാതത്തിൽ. ആ നേരം പലരും കടന്നുറങ്ങണം. വാസ്തവത്തിൽ രാത്രി നമ്മളൊരു 10:00 ഉറങ്ങിയാൽ ഒരു 4:00 എഴുന്നേറ്റാൽ ഒരു 6 മണിക്കൂർ എന്തായാലും കിട്ടും. ആ 6 മണിക്കൂറിന് പകരം പകൽ 8 മണിക്കൂർ ഉറങ്ങിയിട്ടൊരു കാര്യമില്ല. പകലത്തെ ഉറക്ക് രാത്രിയിൽ ഉറക്കുന്ന ഒരു സമയമില്ല. നമുക്ക് ഉറങ്ങാനുള്ള നിശ്ചയിച്ച സമയം കൂടിയാണ് രാത്രി എന്ന് പറയുന്നത്. അപ്പൊ ഒരു 4:30 നീച്ചിട്ട് കുറച്ച് രാത്രി നിസ്കരിക്കുക, ഇതൊക്കെ ചെയ്യാൻ എന്തൊരു നല്ല കാര്യമാണ്. അത് കഴിഞ്ഞ് സുബൈ കഴിഞ്ഞിട്ട് പിന്നെ സുബൈക്ക് ശേഷം സൂര്യ ഉദിക്കണതിന് മുമ്പ് കുറച്ച് ദിക്റുകളുണ്ടല്ലോ, അദ്കാറു സ്വബാഹ് എന്ന് പറയണേ. അത് നഷ്ടപ്പെടുത്താണ് പലരും. ആ സമയം ഉറങ്ങിയിട്ട് ബർക്കത്ത് കളയാണ്. ഞാൻ നേരെ നമ്മളെ അമലിൽ ഇറങ്ങിയാലും ബർക്കത്താണ്, നല്ല കാര്യമാണ് ആ സമയം. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ് അസറിന് ശേഷമുള്ളതും. അവിടെ നബി ദിക്റുണ്ട്, വൈകുന്നേരത്തെ ദിക്റുകളൊക്കെ. അത് ജോലി തിരക്കാണ്, മറ്റതാണ്, അതാണെന്ന് പറഞ്ഞിട്ട് അശ്രദ്ധയിൽ കളിയാണ് ആൾക്കാർ. അപ്പൊ ഈ അശ്രദ്ധയുള്ള മേഖലകൾ, അത് രാത്രി അവസാന യാമം എത്ര പ്രധാനപ്പെട്ടതാണ്. റബ്ബ് 1-ാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരും, ആർക്കാ വേണ്ടത് ചോദിച്ചോളൂ എന്ന് പറയണ എത്ര നല്ലൊരു അവസരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കാത്തത്. അശ്രദ്ധയിലാണ് ആൾക്കാർ. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കിയും, നിയമത്താന് 2 അനുഗ്രഹങ്ങൾ, മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്, ഒരുപാട് ആൾക്കാർ അതിൽ അശ്രദ്ധരാണ്, വഞ്ചിതരാണ്. അത് നശിപ്പിക്കുകയാണ്. ഒന്ന് അസ്സിഹത്തു, ആരോഗ്യമാണ്. ആരോഗ്യമുള്ള നേരത്തോ ചെയ്യൂല. പിന്നെന്താണ്, അസുഖം വരുമ്പോ ഈ അന്ന് ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊന്ന് വൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. ഒഴിവ് സമയം പല കാര്യങ്ങളും നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ തിരക്ക് കൂടുന്ന നേരത്തിൽ പിന്നെ ആകെ തല മിന്നുണ്ട്, ഇതൊക്കെ പാടെ എന്താ കാട്ടുക എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്ത് ചെയ്യണം, ഒഴിവ് നേരമൊക്കെ ശരിക്കും നമ്മൾ പ്ലാനിങ്ങോട് കൂടി ചെയ്താൽ നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ നബി പറയും ഇതൊക്കെ ശ്രദ്ധിക്കണം. എഗ്തനിം ഖംസൻ ഖബ്ല ഖംസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ 5 കാര്യം വരുന്നതിന് മുമ്പ് 5 കാര്യം മുതലാക്കണം, ശരിക്കും ഉപയോഗിക്കണം എന്നാണ്. ഒന്ന്, മരിക്കണതിന് മുമ്പ് ജീവിതം ശരിയാക്കി മുതലാക്കുക, അങ്ങനെ പറഞ്ഞേ. ഒന്നതാ പറഞ്ഞു. മറ്റൊന്ന് വസിഹത്തൊക്കെ ഖബ്ല സഖമിക, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യം, അത് ശ്രദ്ധിക്കുക. കാരണം മനുഷ്യന്മാർ ഖേദിക്കണ 2 സമയമുണ്ട് ഇസ്ലാം പറഞ്ഞേ. ഒന്ന്, ചില അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഖേദിക്കും, ഒരു സംശയമില്ലല്ലോ. കിട്ടിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ഇതിന്റെ വില അറിയാം. ഇപ്പം നടക്കാൻ വയ്യ, പ്രശ്നമാണ്, ആ രോഗമുണ്ട് ഈ രോഗമുണ്ട്, പക്ഷെ ആരോഗ്യമുള്ള കാലത്ത് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ഖേദിക്കാത്തവരുണ്ടാവുമോ?
അതുപോലെ രോഗം മറ്റൊക്കെ വന്നാൽ എന്തൊരു പ്രശ്നമാണ്, ഇതിന് മുമ്പ് ചെയ്തില്ല. ഇതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞെന്താ, വഹിനാക്ക നിന്റെ സമ്പന്നത സമ്പത്ത് കബില ഫഖിരിക്ക, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ്. സമ്പത്തുള്ള കാലത്ത് പിന്നുണ്ടാക്കണം ചോദിനും ഒന്നും നേരം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ കാരണം അതൊക്കെയാണ് പോയി ഫഖറായപ്പോഴാണ് അന്ന് എനിക്ക് നല്ല സമ്പത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഓന് ഓർമ്മ വരുന്നത്. അതൊന്നും വേണ്ടതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നന്നായി ആലോചിക്കണം. നമ്മളിതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള്, അനുഗ്രഹങ്ങള് നഷ്ടപ്പെടുമ്പോഴുള്ള ഖേദം വരാതിരിക്കാൻ ആ സമയത്തൊക്കെ ചെയ്യാൻ ശ്രദ്ധ വേണ്ട. മറ്റൊന്ന് മരിക്കുമ്പോഴാണ് പിന്നെ വലിയ ഖേദം വരും, സക്രാത്തുൽ മൗത്തിന്റെ സമയത്ത്. ആ നേരം വീഴ്ച വരുത്തിയവർ എന്തായാലും പറയും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ, ഖാല റബ്ബിർജൂൻ, അല്ലാഹു എന്നൊന്ന് മടക്കണം, ലഅല്ലി അഅമൽ സാലിഹ, ഇനി ഞാൻ നല്ലത് ചെയ്തോളാം. ഫീമാ തറക്തു, ചെയ്യാത്തൊരുപാടുണ്ട്. അവനിങ്ങനെ ഓർമ്മ വരികയാണ്, എന്തെല്ലാം ചെയ്യാമായിരുന്നു, എല്ലാവിധ അവസരങ്ങളും എന്റെ മുമ്പിലുണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല, അല്ലെ പിന്നെയാക്കാം എന്ന് വിചാരിച്ചു, അല്ലെ അതൊക്കെ നിസ്സാരമാക്കി. പക്ഷെ ഇപ്പൊ മരണം മുമ്പിൽ കാണുമ്പോ ഇപ്പെന്നെ മരിപ്പിക്കല്ലേ, എനിക്ക് ഒരുപാട് ചെയ്യാണ്ട്, ഞാൻ ചെയ്യാം, എന്നെ ഒന്നുകൂടി മടക്കണം എന്നിങ്ങനെ പറയും. പക്ഷെ യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ജാഗ്രത വേണം. അതാണ് ഇപ്പൊ ഈ ഹദീസിനും കിട്ടിയ കാര്യം, നമുക്ക് ജാഗ്രത. നമ്മളിഞ്ഞ് വേറെ സൽക്കർമ്മം നോമ്പ് റമദാൻ ശഅബാൻ റസൂൽ കാര്യം ഒരുപാട് നോമ്പെടുത്തു പറഞ്ഞു. നമ്മളെ നോമ്പൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഓരോ നിമിഷവും ഇങ്ങനെ ശ്രദ്ധിക്കണം. ഞാൻ അള്ളാഹിന്റെ നിരീക്ഷണത്തിലാണ്. ഇപ്പൊ ഇതൊക്കെ നിരീക്ഷണത്തിലാണ്, ഇതൊക്കെ നിരീക്ഷണത്തിലാണ്. അതിന്റെ അടുത്ത കാര്യം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ഹദീസിന്റെ അടുത്ത ഭാഗം എന്തെന്നറിയോ, അമലുകൾ ഉയർത്തപ്പെടുന്നത് ശഅബാനിലാണ് എന്നതുകൊണ്ടാണ് ഞാൻ അധികം നോമ്പെടുക്കുന്നത്. ശഅബാനില് ഞാൻ എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനാവാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ അമലുകൾ ഉയർത്തുന്നത് 3 ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താ, ഒന്ന് ദൈനംദിനം നിത്യവും നമ്മുടെ പ്രതിദിന ഓഡിറ്റിംഗ് എന്ന് പറയാം. നമുക്ക് നമ്മുടെ അമല് ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കപ്പെടുകയാണ്. ഇപ്പൊ ഈ വെള്ളിയാഴ്ച ഇവിടെ വന്ന വലിയൊരു ഇബാദത്താണല്ലോ, ഇതുപോലും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മളിവിടെ വന്ന വലിയൊരു ഇബാദത്താണ്. മലക്കുകൾ നമ്മളങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് പാടെ കൊടുക്കുന്നു. വൈകുന്നേരം അസറിന് ശേഷം ഒരു റിപ്പോർട്ട് എടുക്കും, നമ്മുടെ ഇരുത്തം എങ്ങനെയാണ് ഇരിക്കണം എന്നുള്ള വിവരം അവിടെ കൊടുക്കും. കാരണം മലക്കുകൾ ഷിഫ്റ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി ഇവിടെ കൊണ്ട മലക്കുകളുണ്ട്. അവരെന്ത് ചെയ്യും, സുബൈന്റെ സമയം കഴിഞ്ഞാൽ അവര് പോവും. പിന്നെ അസർ വരെ നിൽക്കാനുള്ള മലക്ക് ആ നേരം അവിടെ വരും. അതുപോലെ 2 കൂട്ടം സന്ധിക്കുന്ന സമയമാണ് അസറിന്റെ സമയം, സുബൈന്റെ സമയം. എന്നിട്ട് അവിടെ പോയിട്ട് റിപ്പോർട്ട് കൊടുക്കുകയാണ് നമ്മുടെ പ്രവണികൾ. നിത്യവും നമ്മുടെ അമലുകൾ അവിടെ അങ്ങനെ കൊടുക്കുകയാണ്. ഇങ്ങനത്തെ നമ്മളെ പറ്റി ശ്രദ്ധിക്കുന്ന വേറെന്തോന്നുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ ഓരോ ആഴ്ചയും പ്രതിവാര റിപ്പോർട്ടിങ് എന്ന നിലക്ക് പറയാവുന്നതാണ്. അതെന്താണ്, നബി തിരുമേനി പറഞ്ഞു, തിങ്കളാഴ്ച നമ്മുടെ അമലുകൾ ഉയർത്തും, വ്യാഴാഴ്ച ഉയർത്തും. അതുകൊണ്ട് അന്നും ഞാൻ നോമ്പുകാരനാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളന്ന് നോമ്പെടുത്തിട്ട് നമുക്ക് ശ്രദ്ധ വേണം. എന്റെ തിന്മ മറ്റൊക്കെ തോന്നുമ്പം ഞാൻ നിരീക്ഷണത്തിലാണ്, ഇന്ന് എന്റെ അമലുകളൊക്കെ ഉയർന്ന നേരാണ്, തിങ്കളാഴ്ചയാണ്, വ്യാഴാഴ്ച എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് വേണം. നിത്യം ഇരുതെന്തിനും ഇങ്ങനെ ഉത്ര തോനെ നമുക്ക് നമ്മളെ ഈ ഓഡിറ്റിങ്ങിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയാറുണ്ടല്ലോ. മുകളിലൊരാള് നമ്മൾ നിരീക്ഷിക്കണമെങ്കിൽ തന്നെ ഇപ്പൊ സർക്കാർ ജോലിയും മറ്റുള്ളവരൊക്കെ പറയുന്ന ഓരോ ഉത്തരവാദിത്വം നിർവഹിക്കണില്ല. അതാണ് ഓലെ പിന്നെ നിരീക്ഷിക്കാൻ വിട്ടവരും അവര് ശ്രദ്ധിക്കണില്ല. ഇനി അങ്ങനെയൊക്കെ തന്നെ നിരീക്ഷിച്ചാൽ തന്നെ വല്ല പ്രശ്നം തോന്നുന്ന കൈകൂലി കൊടുത്തൊക്കെ പ്രശ്നങ്ങൾ തീർക്കും ചെയ്യും. ഇങ്ങനെയൊക്കെയല്ല നമ്മളത് ഈ ദീനിന്റെ വിഷയത്തിൽ അള്ളാഹു എന്ന് ചെയ്ത സംവിധാനം എന്താണ്, ഉന്നതന്മാരെ മലക്കുകളാണ് വെച്ചൊക്കെയാണ്. അവരിതിങ്ങനെ രേഖപ്പെടുത്തുകയാണ് ഇപ്പൊ നമ്മളെ ഓരോ കാര്യങ്ങളും. എന്നിട്ട് ഇന്ന് തന്നെ അസറിന് ശേഷം അദ്വൈച്ച് ഒരു പോവാണ്. പിന്നെ അവരോട് റബ്ബ് ചോദിക്കും, റബ്ബിന് ആ ഹദീസിലുണ്ട്, റബ്ബിന് ഏറ്റവും കൂടുതൽ അവരെക്കാൾ അറിയും വരെ. എന്നാലും ചോദിക്കും. അതൊക്കെ എന്താണ്, നമ്മൾക്ക് ഈ അമലുകളും നമ്മുടെ ജാഗ്രതയൊക്കെ അതിശക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മലക്കൾ അവിടെ ഇവരെ കൊടുക്കും, ഞങ്ങൾ ചെന്നപ്പോൾ നിസ്കരിക്കുകയാണ്, പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ നിസ്കരിക്കുകയാണ്. അസറും സുബൈനെ പറ്റിക്കാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശൂദ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആ ഫജറിന്റെ ഖുർആനോത്ത് അതിന് മലക്കുകൾ സാക്ഷ്യം വഹിക്കും എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അവരൊക്കെ നമ്മളെ പറ്റി വിവരം കൊടുക്കുകയാണ്. എന്നാൽ ഇനി കൊല്ലത്തിൽ വാർഷിക പിന്നെ റിപ്പോർട്ടാണ് ഇനി പോകാൻ പോണേ. അതാണ് ഈ ശഅബാൻ മാസം. അപ്പൊ അതില് ഓരോ ആഴ്ചകളും ഒക്കെ പാടെ മൊത്തം ഒന്നിച്ച് നമ്മളെ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അത് ശഅബാൻ മാസത്തിലാണെന്ന് പറയുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മള്
നമ്മുടെ റിപ്പോർട്ട് കൊടുക്കുന്ന മലക്കുകൾ നമ്മുടെ ഭൗതിക ലോകത്തുള്ള മാതിരിയല്ല. അവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ നമ്മുടെ പിന്നാലെ ഉണ്ട്. ഒരു സ്ഥലത്ത് പറഞ്ഞു, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യനൊരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല അവന്റെ അടുത്ത് ഒരുങ്ങി നിൽക്കുന്ന മലക്കുകളില്ലാതെ. തിരുമേനി പറഞ്ഞ പോലെ വലതുഭാഗത്തൊരു മലക്കുണ്ട്, അവൻ ചെയ്യുന്ന നന്മകളൊക്കെ എഴുതിയേക്കും. അവന്റെ ഇടതുഭാഗത്തുള്ള മലക്കുണ്ട്, അവൻ ചെയ്ത തിന്മകളൊക്കെ എഴുതിയേക്കും. അത് എന്നും അവരിങ്ങനെ റിപ്പോർട്ട് മുകളിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കണ്ടേ, തിന്മകൾ ചെയ്യുമ്പോൾ ഈ വിവരമാണ് ഇന്ന് മുകളിലേക്ക് പോകാൻ പോകണമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ? ആ ശ്രദ്ധ അല്ലെങ്കിൽ ഗഫലത്തിലാണ് ഈ വലിയ പ്രശ്നമാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളുടെ മേൽ നിങ്ങളെ സംരക്ഷിക്കുന്ന കാവൽക്കാരുണ്ട്. കാവൽക്കാർ എന്താ അവരുടെ പണി? കിറാമൻ കാത്തിബി, മാന്യന്മാരായ എഴുത്തുകാരാണ്. യഅലമൂന മാ തഫ്അൽ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവരറിയും, അത് രേഖപ്പെടുത്തും. അതിങ്ങനെ മുകളിലേക്ക് അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് ഉറക്കമില്ല. നമ്മുടെ നാട്ടിലെ പാറാവുകാരം അതിൽ അവർ ഉറങ്ങൂല. അതുപോലെ അവർക്ക് തിരുത്താൻ പറ്റൂല. ഇന്നത്തെ വല്ല ആൾക്കാരൊക്കെ വല്ല നമ്മുടെ എമലൊക്കെ ഓഡിറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൈക്കൂലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നാലെ പോലെ ആൾക്കാർ. നിങ്ങളെ ചെയ്താൽ എനിക്ക് പ്രശ്നമാണ്, ഇന്ന് ജോലി പോകും, അതുകൊണ്ട് അത് തരാന്നൊക്കെ പറഞ്ഞിട്ട് ഏതാ മലക്കളുടെ അടുത്ത് നടക്കുമോ? എന്താണോ നമ്മൾ ചെയ്തത് അതങ്ങനെ തന്നെ അവരങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഈ ഹദീസിന്റെ ഭാഗത്തുനിന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചതാണ്. അവസാനം ഈ രേഖയൊക്കെ നമുക്ക് തരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും തരും. ഇതുവരെ ഈ മലക്കുള്ള രേഖ എന്താ പോലെ എഴുതിച്ചത് അറിയില്ലല്ലോ. ജീസ് മുതൽ അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് കയ്യിൽ തരും പരലോകത്ത്. ആ നേരം അവർ പറയും, മാലി ഹാദൽ കിതാബ്, എന്ത് രേഖയാണിത്? ലായുവാദി സ്വയത്തം വല കബീറ, ചെറുതും വലുതും ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ, വല്ലാത്തൊരു അത്ഭുതകരമായ രേഖ. അപ്പൊ അങ്ങനെ നമുക്ക് ഖേദിക്കേണ്ടി വരാത്ത ഒരു പ്രശ്നം വരാനുള്ളത് ഇപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും. ഓരോ നിമിഷവും നമ്മൾ ഈ പറഞ്ഞ നിസ്കാരം നോവും ഫറലായ കാര്യമൊക്കെ എന്തായാലും ചെയ്യണമല്ലോ. കുറെ സുന്നത്തുകളും മറ്റൊന്നും ഇല്ലെങ്കിലും ഓരോ സമയത്തും ഞാൻ റബ്ബിന്റെ നിരീക്ഷണത്തിലാണെന്നുള്ളൊരു ബോധം വേണം. ഓരോ ദിവസവും എന്റെ വിവരങ്ങൾ മുകളിലേക്ക് ഉയരുന്നുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ മാറും, നമ്മൾ മാറ്റണം. അപ്പൊ ആ ഗഫലത്ത് വലിയൊരു പ്രശ്നമാണ്. അശ്രദ്ധ, അതാ മൃഗങ്ങളെ പോലെ കന്നുകാലികളെ പോലെ അതിനേക്കാൾ അധപ്പതിച്ചോർന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ നോമ്പ് അധികരിപ്പിച്ചിരുന്നു. പറ്റുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യാം. സുന്നത്ത് കാര്യം സുന്നത്താണെങ്കിലും വലിയ വിഷയമാണ്. നമ്മളിനി ഒക്കല്, തിങ്കള്, അതുപോലെ നമുക്ക് വ്യാഴം, അല്ലെങ്കിൽ പിന്നെ 13, 14, 15 ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നവർ അതൊക്കെ എടുക്കുന്നത് വളരെ പുണ്യമുള്ള വിഷയമാണ്, സംശയമില്ല. ഇനി ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചിരുന്നു, മിറാജും ഇസ്രായും പറ്റി പറഞ്ഞപ്പോൾ അത് ഇസ്ലാമിൽ ഒരു സംഭവമായപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെ ബിദ്അത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനും ചില ശ്രമിക്കലുണ്ടല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. വലിയ വലിയ സംഭവം, ബദർ വലിയ സംഭവമായപ്പോൾ ബദർ ബിദ്അത്തിന്റെ ഒരു കേന്ദ്രമാക്കിയിട്ട് പിന്നെ ബദരീങ്ങളെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, അന്ന് പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കലും. മുഹറം 10 വലിയ സംഭവമാണ്. മൂസാ നബിയെയും സഹോദരങ്ങളെ അള്ളാഹ് ഇസ്രായേലിൽ രക്ഷപ്പെടുത്തി ഫിറഔന്റെ ഇന്ന് വലിയ സംഭവമായപ്പോൾ ആ കൂട്ടത്തിൽ കുറെ ആൾക്കാർ ബിദ്അത്ത് കയറ്റി. കാരണം അത് ചെലവാകുന്നുള്ള ശൈത്താൻ അറിയണത് കൊണ്ട്. ഇതുപോലെ നബി ജനിച്ച വലിയ സംഭവമായതുകൊണ്ട് ആ ജനത്തിന് വേറെ ദീൻ പഠിപ്പിക്കാത്തത്. അപ്പൊ അത്തരം ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ചോരഞ്ഞ് ശഅബാൻ ഒരു നോമ്പ് എടുത്തിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ബിദ്അത്ത് ചെയ്യരുത്. വലിയ അപകടമാണ്. അമലുകളൊക്കെ പൊളിച്ച് പോണ കാലം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ശഅബാൻ 15 പ്രത്യേക ആരാധനകൾ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. കള്ളം പറയാണ്. നമുക്ക് ഈ നോമ്പുകൾ മൊത്തത്തിൽ സൽക്കർമ്മങ്ങളൊക്കെ വർദ്ധിക്കാം. നേരെ മറിച്ച് ശഅബാൻ 15 ബറാത്ത് രാവുന്നൊരു പേരും കൊടുക്കുക, അന്നൊരു പ്രത്യേക നോമ്പുണ്ടെന്ന് പറയാം. ആ പണി നമുക്ക് പറ്റൂല. അന്നൊരു പ്രത്യേക നോമ്പുണ്ട്, അതിന് വേറെ കൊല. അതിന് 1000 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് രാത്രി നിസ്കാരം ഉണ്ടെന്ന് പറയാം. നമ്മളൊരു കാര്യം നബിയിലേക്ക് പറയുമ്പം 1000 വട്ടം ആലോചിക്കണം. കാരണം അതിനുള്ള എന്തൊരു സംവിധാനം ഈ കാലത്തുള്ളത്. ലോകത്തുള്ള മഹാന്മാരിൽ നിന്ന് നബിയെ വേർതിരിച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നബിന്റെ പേരിൽ കള്ളം പറയാൻ പറ്റൂല എന്നാണ്.
മുമ്പുള്ള പലരെ പറ്റിയും കള്ളം പറഞ്ഞാൽ അത് കള്ളമാണോ അല്ലേ നമുക്ക് പറയാൻ ഒരു തെളിവില്ല. നേരെ മറിച്ച് മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞതിന് മുഴുവൻ ശുദ്ധമായ സനദുകളുണ്ട് ഇവിടെ. സനദ് എന്ന ഹദീസ് ഉൾപ്പെടുന്ന ആ കണ്ണിക്കാൻ പറയാ. അത് സനദ് ഉണ്ടായാൽ മാത്രമല്ല അതിൽ ആർക്കെങ്കിലും തകരാറുണ്ട് അവൻ തള്ളും. ആ സനദോടുകൂടി വന്നതല്ലാത്ത ഒരൊറ്റ കാര്യം പൂർവ്വ സമുദായങ്ങളെ നേതാക്കളെ പറ്റി അവർ പറയുന്ന ഐതിഹ്യങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് സനദുള്ളത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒരൊറ്റ കുട്ടിക്ക് ഈ പറഞ്ഞ വിഷയത്തിൽ സഹിയായ ഒരു റിപ്പോർട്ട് ഉദ്ധരിക്കാനേ കഴിയില്ല. എന്നിട്ട് കള്ളം പറഞ്ഞിട്ട് ശൈത്താന്റെ പണിയാണിത്. കാരണം എന്താ, അവര് സൽക്കർമ്മം ചെയ്താൽ ബാത്തിലാക്കല് ബിദ്അത്തുകൾ ചെയ്യിപ്പിച്ചുകൊണ്ടൊക്കെയാണ്. പിന്നെ അത് വേറെ അതിനേക്കാൾ വലിയൊരു അപകടം അത് ലൈലത്തുൽ ഖദറാണെന്ന് പറയും. ഖദറിന്റെ രാത്രിയാണ്. ശഅബാൻ 15-നാണ് ഖുർആൻ ഇറങ്ങിയെന്ന് പറയാ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറകത്തിൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ശഅബാൻ 15-നാണ്. വിശുദ്ധ ഖുർആൻ ഒരു വചനം എടുത്തിട്ട് മാസത്തിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. ഇത്ര വ്യക്തമാണ് ഖുർആൻ പറഞ്ഞത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ, റമളാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ. അതിലാണ് ലൈലത്തുൽ ഖദർ നമുക്ക് അറിയുന്ന വിഷയമല്ലേ. അപ്പൊ എന്താ ഈ മാസത്ത് നബി കണ്ടമാൻ നോമ്പെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ശൈത്താൻ ഇടപെട്ടിട്ട് എന്ത് എപ്പോൾ ഒരു വിധത്തിൽ ചെലവാകും ശൈത്താൻ അറിയാം. അതുകൊണ്ട് നമുക്ക് ഒന്നിന് പ്രത്യേകം ഉണ്ടായിക്കൊണ്ട് ചില ആൾക്കാരെ മനസ്സിൽ ആൾക്കാർക്ക് ഇപ്പം എന്ത് സനത്, ആൾക്ക് ഇതൊന്നും വേണ്ട, കേട്ട് ഏതെങ്കിലും കിതാബിൽ ആരെങ്കിലും എഴുതി വെച്ചൊക്കെ മതി. അത് പണ്ടത്തെ പണിയായിരുന്നു. ഏത് മുഹമ്മദ് നബിന്റെ മുമ്പുള്ള ചരിത്രത്തെ രണ്ട് നിലയ്ക്ക് നമ്മൾ കാണണം. പണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് സനതുള്ള കാലം, മറ്റൊന്ന് സനദില്ലാത്ത കാലം. സനദില്ലാത്ത കാലത്താണ് അമ്പിയാക്കൾ വരെ ജീവിച്ചത്. ഇബ്രാഹിം നബി, മൂസാ നബിയൊക്കെ ഉണ്ടല്ലോ. അവർ നമ്മൾ വിശ്വസിക്കണത് അവർ ആ സമൂഹത്തിലെ ആൾക്കാർ പറഞ്ഞത് കൊണ്ടല്ല, സനതുള്ള പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൊണ്ടാണ് ഇബ്രാഹിം നബിയെ പറ്റി നമ്മൾ വിശ്വസിക്കുന്നത്. സനതുള്ള പരിശുദ്ധ ഖുർആൻ നബിയുടെ ഹദീസുള്ളത് കൊണ്ടാണ് മൂസാ നബിനെ പറ്റി നമ്മൾ വിശ്വസിക്കുന്നത്. മറ്റതൊക്കെ ഐതിഹ്യങ്ങൾ പറഞ്ഞുള്ള ആര് കണ്ടു. അപ്പൊ ഈ സ്ത്രീ പിന്നെ വളരെ പോരിശയാക്കപ്പെട്ട സനതോടുകൂടി നമ്മുടെ ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ് സനത് എന്ന. ആ സനതോടുകൂടി വന്നതൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ഓരോരുത്തർ പൂർവ്വ സമുദായങ്ങളെ പോലെ ഐതിഹ്യങ്ങളുടെ പിന്നാലെ കെട്ടുകഥകളുടെ പിന്നാലെ പോയിട്ട് ദീന്റെ പേർക്ക് ഇങ്ങനെ ഓരോന്ന് കെട്ടിക്കൂട്ടുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ച്. ബിദ്അത്തുകൾ വരരുത്. നമുക്ക് സൽക്കർമ്മങ്ങൾ ഈ മാസത്തിൽ ഇഷ്ടം പോലെ ചെയ്യാം. കാരണം ജനങ്ങളുടെ ഗഫലത്തിന്റെ സമയമാണ്, അശ്രദ്ധന്റെ സമയമാണ്. അപ്പൊ നമുക്ക് ചെയ്യുന്നേരം ഒരു പ്രത്യേക ദിവസത്തിന് നമ്മുടെ വക ഒരു ആരാധന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ നബി തിരുമേനി പറയണം, വിശുദ്ധ ഖുർആൻ പറയണം, നമ്മുടെ വക പറ്റൂല. അപ്പൊ അങ്ങനെ ഈ മാസത്തെ ദുരുപയോഗം ചെയ്തത് കൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അള്ളാഹു നല്ല വഴിയിലൂടെ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തിരുമേനിയുടെ ആ സുന്നത്തനുസരിച്ച് ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് അവൻ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള തൗഫീഖ് തന്നിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. എല്ലാം അള്ളാഹു നമ്മെ എല്ലാവരെയും നരകത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും സ്പർശിക്കാതെ നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واخر دعوانا ان الحمد لله رب العالمين وصلى الله على محمد.